ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഹോട്ട് എയർ ബലൂൺ കണ്ടു. അപ്പോൾ അവിടെ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ കയറാൻ പേടിയായിരുന്നു. ഇതിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് 1500 രൂപയാണ്. ഇത് പ്രവർത്തിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ LPG സിലിണ്ടർ ഉപയോഗിച്ചാണ്. ഗ്യാസ് ബർണർ വെച്ചിട്ട് അതിനുള്ളിലെ വായു ചൂടാക്കും. തണുത്ത വായുവിനേക്കാൾ ഈ ചൂട് വായുവിന് ഭാരം കുറവുള്ളതിനാൽ ഇത് മെല്ലെ ഉയർന്നു തുടങ്ങും. അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. വരുന്ന വഴി ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോയും ഫോട്ടോസും എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. ശരിക്കും 2 ദിവസം കൊണ്ടൊന്നും കണ്ട് തിരിച്ചു വരാനുള്ള ഒരു സ്ഥലമല്ല കേട്ടോ ഇത് ശരിക്കും നമുക്കൊരു ഒരാഴ്ച കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഒന്ന് വന്നു പോകുന്നത് നല്ലതാണ്. നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. മൂന്നാർ ശരിക്കും ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതരം കാറ്റും പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളും ഒക്കെ കാണാൻ പ്രത്യേകം ഭംഗിയായിരുന്നു. ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം. ഇത് ഉറപ്പായും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരിക്കും. എനിക്ക് അങ്ങനെയായിരുന്നു, എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. എന്തായാലും വരണം, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മനസ്സൊക്കെ നല്ല കൂളാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. നേരെ ഞങ്ങളിനി പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. ശരിക്കും ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാൻ തോന്നത്തില്ല. ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾ SN ആര്യാസ് പുരോഹിത് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളൊരു ഹോട്ടലിൽ ചെന്നായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി.
അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ വീണ്ടും യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴത്തേന് പിന്നെയും പഴയതുപോലെ തന്നെ ആയി. ഇനി ഇവിടുന്ന് നേരെ റോസ് ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.